ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണം ആറാം തവരൽ എന്ന 2024 പുറത്തിറങ്ങിയ തമിഴ് മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ്. സോ ഒട്ടും സമയം കളയാതെ മൂവിയിലേക്ക് പോകാം. ഒരു വലിയ ബിൽഡിംഗ്, അവിടെ ഒരു ആണും ഒരു പെണ്ണും നിൽക്കുന്നതായി കാണിക്കുന്നു. പിന്നീട് ആന്ധ്രയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ഡെഡ് ബോഡിയുടെ ഫേസ് ഒരാൾ വരയ്ക്കുന്നുമുണ്ട്. ഡെഡ് ബോഡി കുറച്ച് ഡീകമ്പോസ് ആയ ബോഡിയാണ്, കത്തിക്കരിഞ്ഞിട്ടുമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു സീൻ പിന്നീട് കാണിക്കുന്നു. ബീച്ച് സൈഡിൽ ഡീകമ്പോസ് ആയിട്ടുള്ള ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫേസ് മനസ്സിലാകുന്നില്ല. സ്കെച്ചിങ് ചെയ്യുകയാണ് ശിവ എന്നൊരാൾ. അവിടെ പോലീസുകാരുമുണ്ട്. നമ്മുടെ ഹീറോയാണ് ശിവ. ഹീറോയുടെ ഫ്രണ്ട് ഹീറോയെ വിളിച്ച് ക്രൈം സ്പോട്ടിൽ വരാൻ പറയുന്നുണ്ട്. സോ കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡിയുടെ ഫേസ് നമ്മുടെ ഹീറോ വരയ്ക്കുന്നു. അങ്ങനെ ഒരു കഴിവുണ്ട് നമ്മുടെ ഹീറോയ്ക്ക്. പ്രകാശ് എന്ന പുള്ളി കടക്കിണിയിലായതുകൊണ്ട് കുടുംബത്തിനെയൊക്കെ കൊന്നിട്ട് സൂയിസൈഡ് ചെയ്തതാണെന്ന് പോലീസ് കണ്ടുപിടിക്കുന്നു. ഹീറോയാണ് ഈ കേസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഹീറോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. എന്നാൽ ഹീറോ ഇപ്പോൾ ഡിപ്രഷനിലാണ്, ആൽക്കഹോളിക്കുമാണ്. കാരണം ഹീറോയുടെ പാസ്റ്റാണ്. 5 വർഷം മുമ്പ് ഹീറോ ഫിലിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു കാവ്യ എന്നൊരു പെൺകുട്ടി. 2 വർഷം അവർ പ്രണയിച്ചു. അതിനുശേഷം അവർ കല്യാണം കഴിച്ചു. എന്നാൽ കാവ്യയ്ക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ആകുന്നു. കാവ്യ അതിൽ മരിച്ചു പോകുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്ക് അമ്നേഷ്യ വന്നു. ഹീറോയ്ക്ക് കാവ്യയെക്കുറിച്ചുള്ള ഒരു ഓർമ്മകളുമില്ല. ഇതൊക്കെ റിക്കളക്ട് ചെയ്യാൻ വേണ്ടി ഹീറോ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ആക്സിഡൻ്റ് ആയ ആ കാറിലാണ് ഹീറോ ഇപ്പോൾ ഉറക്കം. കാവ്യയുടെ ഡയറി എന്നും ഹീറോ വായിക്കും. അതുപോലെ തന്നെ കാവ്യയുടെ ഫേസ് എന്നും നമ്മുടെ ഹീറോ വരയ്ക്കുന്നുണ്ട്. അത് നോക്കി നിൽക്കുന്നു. അവളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോടെല്ലാം അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കളക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹീറോ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. ഹീറോ പോലീസുകാരെ ഒരു കേസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. ആ ടൈമിൽ അതിലെ പ്രതി ഹീറോയുടെ അടുത്ത് റിവെഞ്ചിനായിട്ട് വരുന്നു. എന്നിട്ട് ഹീറോയുമായി ഫൈറ്റ് ചെയ്യുന്നു. ഹീറോ ഫൈറ്റ് ആദ്യമൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് വേറെ ഏതോ ലോകത്തേക്ക് പോയി അവൻ ബ്ലാക്ക് ഔട്ടായി പോയി. ഇതിന് കാരണം അവൻ്റെ പാസ്റ്റിൽ അവന് സംഭവിച്ച ട്രോമാസ് ആണ്. സോ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ തിരിച്ചു വന്നിട്ട് ഹീറോ എല്ലാവരെയും അടിച്ച് സൈഡാക്കുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഡെഡ് ബോഡി കണ്ടുകിട്ടുന്നു. അതൊരാൾ കുഴിച്ചെടുക്കുന്നുണ്ട്. സോ അതിനുശേഷം അയാൾ ആ സ്ഥലത്ത് നിന്ന് ആ ഡെഡ് ബോഡി കടത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ഹീറോയെ പിന്നെ കാണിക്കുന്നുണ്ട്. ഹീറോയുടെ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, ഹീറോ ആണ് ഈ കേസ് സോൾവ് ചെയ്തത് എന്ന് പോലീസിന് മാത്രമല്ലേ അറിയുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഈ റൗഡിക്ക് ഇത് മനസ്സിലായത്? അതേസമയം പോലീസുകാർക്ക് വേറെയും കരിഞ്ഞ ബോഡി കിട്ടിയിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. വേറെ ഒരു സ്ഥലത്ത് കരിഞ്ഞ കൈകൾ കിട്ടിയ കാര്യം പോലീസ് ഓർത്തെടുക്കുന്നു. അങ്ങനെ അവിടേക്ക് ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. വേറെ ഒരു ബോക്സിൽ ഇരിഞ്ഞ ഒരു തല കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മാസ്കും ഉണ്ട്. ഈ ന്യൂസ് ഭയങ്കര വൈറലാകുന്നു. ഡോക്ടർ കണ്ടുപിടിക്കുന്നുണ്ട് മരിച്ചയാൾ ഒരു മുസ്ലിം പുരുഷനാവാനാണ് സാധ്യത. കാരണം സുന്നത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓട്ടോപ്സി പൂർണ്ണമായും ചെയ്തിട്ടില്ല. സോ അതിനുശേഷമേ എന്തും സ്ഥിരീകരിച്ച് പറയാൻ പറ്റുള്ളൂ. ഹീറോ ഉള്ളിൽ പോയി ബോഡി കാണുന്നുണ്ട്. ഹീറോ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ഒരിക്കൽ ഹീറോയെ കോൾ ചെയ്തിട്ട് പറയുന്നു, നീ ഈ കേസിൽ ഇനി ഇൻവോൾവ് ആകണ്ട എന്ന്. 2 ദിവസം കഴിഞ്ഞിട്ടും ഹീറോയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഹീറോ അങ്ങനെ പോലീസിനെ വിളിക്കുന്നു, കോൾ എടുക്കുന്നില്ല. അങ്ങനെ അവസാനം ഹീറോയും അസിസ്റ്റന്റും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതായത് ഇൻസ്പെക്ടർ രാജേന്ദ്രന് പകരം ഒരു ലേഡി പോലീസ് ഓഫീസറാണ് ഉള്ളത്. രാജേന്ദ്രൻ മിസ്സിംഗ് ആണ്. ഹീറോ നേരത്തെ വരച്ചു കൊടുത്ത ഫേസ് ഈ ബോഡിയുമായിട്ട് മാച്ച് ആകുന്നതുമില്ല. കോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മുടെ ഹീറോയാണ് പോലീസ് ഓഫീസർ ലാസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത്. ഹീറോ ബോഡീസൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ 3 ബോക്സിൽ കിട്ടിയ ബോഡി പാർട്സ് 3 ഡിഫറെൻ്റ് ആളുകളുടേതാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ഇത് പോലീസ് ഇൻസ്പെക്ടർ ഡോക്ടറുമായി ചേർന്ന് കൺഫേം ചെയ്യുന്നുമുണ്ട്. കിട്ടിയ 2 കൈ അതൊരു ലേഡിയുടേതാണ്. ലേഡി ഇൻസ്പെക്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കേസിൻ്റെ CCTV ഫൂട്ടേജ് ഇൻസ്പെക്ടർ നേരത്തെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ ലേഡി ഇൻസ്പെക്ടർ ശ്രദ്ധിക്കുന്നു. അതങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻസ്പെക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്പെക്ടറിന് തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ ചെയ്യണം. സോ സുപ്പീരിയർ ഓഫീസറിൻ്റെ മേലിൽ നിന്നും നമ്മുടെ ലേഡി ഇൻസ്പെക്ടറിന് ഒരുപാട് പ്രഷർ വരുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഹീറോയുടെ ഹെൽപ്പ് ലേഡി ഇൻസ്പെക്ടർ തേടുന്നു. ഹീറോയ്ക്ക് താൻ നേരത്തെ സോൾവ് ചെയ്ത കേസുമായിട്ട് ഈ കേസിന് ബന്ധമുള്ളതായിട്ട് തോന്നുന്നു. നേരത്തെ വരച്ചു വെച്ച ആ കുട്ടിയുടെ ഫോട്ടോ നമ്മുടെ ഹീറോ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുന്നു. ഹീറോ വേറെ ഒരു കേസിനെ കുറിച്ച് ചോദിക്കുന്നു.
ഹീറോ ഉണ്ടായിരുന്ന സമയത്ത് മകളുടെ ബോഡി കാണുന്നില്ല എന്ന് പറഞ്ഞൊരു അമ്മ പോലീസ് ഓഫീസറിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ എഫ്ഐആറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ബോഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി സെമിത്തേരിയിലേക്ക് ലേഡി ഇൻസ്പെക്ടറും ഹീറോയും കൂടി പോകുന്നു. ആ സമയത്താണ് CCTVയിൽ ഒരു മോർച്ചറി വാൻ കാണുന്നത്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് ശരിയല്ല. ബോഡിയിലുള്ള ഓർഗൻസ് എല്ലാം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൻ്റെ പിറകിൽ നടക്കുന്നത് എന്ന് ലേഡി ഇൻസ്പെക്ടർ ഊഹിക്കുന്നു. അങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. സാധാരണ ബോഡിയിൽ നിന്നുള്ള അവയവങ്ങൾ കടത്തുന്ന ഏതെങ്കിലും ഒരു ടീമായിരിക്കും ഇങ്ങനെ ബോഡീസ് കടത്തിക്കൊണ്ട് പോകുന്നതെന്ന്. അങ്ങനെ മോർച്ചറി ഡ്രൈവേഴ്സിനെ എല്ലാവരും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. 8 ബോഡിയുടെയും ഓട്ടോപ്സി റിപ്പോർട്ടിൽ ബോഡിക്കുള്ളിൽ ഓർഗൻസ് ഒന്നും ഇല്ല എന്നിവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ ബോഡി അന്ന് അടക്കം ചെയ്യാൻ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ സമയത്താണ് അതിലൊരു ഡ്രൈവർ പറയുന്നത് താൻ വേറെ ഒരു ഡ്രൈവറിനെ അന്ന് അറേഞ്ച് ചെയ്തിരുന്നു, അയാളെ ആക്ടിംഗ് ഡ്രൈവർ എന്ന് വിളിക്കാം. സോ അങ്ങനെ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്തതിനു ശേഷം ഡ്രൈവർ തിരിച്ചു പോകുന്ന ടൈമിലാണ് ടേബിളിൽ വെച്ചിട്ടുള്ള മാസ്ക് ഇയാൾ കാണുന്നത്. ഇയാൾക്ക് പെട്ടെന്ന് എന്തോ സ്ട്രൈക്കായി. കാരണം അന്ന് ഏർപ്പാടാക്കിയ ആ ഡ്രൈവർ ഇതുപോലെ ഇങ്ങനെയുള്ളൊരു മാസ്ക് വണ്ടിയിൽ വെച്ച് മറന്നിട്ട് പോയി. പിന്നീട് തിരിച്ചു വന്ന് അടികൂടി ഈ മാസ്ക് വാങ്ങിച്ചിട്ട് പോയ എന്നുള്ള കാര്യം അയാൾ പോലീസിനോട് പറയുന്നു. സോ ഫൈനലി ആ ആക്ടിംഗ് ഡ്രൈവറിനെ കണ്ടുപിടിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. അയാളുടെ പേര് കൈലാസ് എന്നാണ്. കൈലാസിൻ്റെ മൊബൈൽ ലൊക്കേഷൻ വെച്ച് ഇവർ ട്രേസ് ചെയ്യുന്നു. പോലീസുകാർ ആ ബിൽഡിംഗ് വളയുന്നു. എന്നാൽ എങ്ങനെയോ കൈലാസ് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നു. പോലീസ് ആ ബിൽഡിംഗ് മൊത്തം സെർച്ച് ചെയ്യുമ്പോഴാണ് ഓർഗൻസ് ഒന്നും ഇല്ലാത്ത വേറെയും ബോഡീസ് കിട്ടുന്നത്. വേറെ ഒരു ബോക്സിൽ പിറ്റേ ദിവസം പോലീസിന് വേറെ ഒരു കത്തിക്കരിഞ്ഞ ബോഡി കിട്ടുന്നു. ഹീറോയെ ഫേസ് വരയ്ക്കാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ ഹീറോ വരച്ചത് വേറെ ആരുടെയും ഫേസ് അല്ല, കൈലാസിൻ്റെ ഫേസാണ്. ബട്ട് അത് എങ്ങനെ എന്ന് പോലീസിന് ഡൗട്ട് വരുന്നു. ഈ കാര്യം ന്യൂസിൽ എങ്ങനെയൊക്കെയോ ഫ്ലാഷ് ആകുന്നു. ഹീറോ ലേഡി ഇൻസ്പെക്ടറിനെ കാണുന്നു. എന്നിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അന്ന് ഹീറോയും കൈലാസിൻ്റെ ഒളിത്താവളത്തിൽ എത്തിയിരുന്നു. എന്നാൽ ഹീറോയുടെ മുമ്പിൽ വെച്ചിട്ട് കൈലാസിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. തനിക്ക് പാസ്റ്റിൽ നടന്ന ഒരു ആക്സിഡൻറ്റ് കാരണം ഇടയ്ക്ക് കുറച്ച് സെക്കൻഡ്സ് ഫ്രീസായി പോകും. അപ്പോൾ തൻ്റെ വിഷനൊക്കെ ബ്ലർ ആയി പോകും എന്നുള്ള കാര്യം ഹീറോ ലേഡി ഇൻസ്പെക്ടറിനോട് പറയുന്നു. സോ അങ്ങനെ ഫ്രീസായി പോയ ടൈമിൽ കൈലാസിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കൊലപാതകം നടത്തിയത് എന്ന് ഹീറോ പറയുന്നു. ഹീറോ പറയുന്നുണ്ട് കൈലാസിൻ്റെ പങ്കാളിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. കാരണം കൈലാസ് കുടുങ്ങിയാൽ പങ്കാളിയും കുടുങ്ങില്ലേ, അതിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. ഹീറോയും ലേഡി ഇൻസ്പെക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ ഉണ്ട്. അയാളുടെ പേര് ഭാസ്കരൻ. സോ ഈ ഭാസ്കരനെ നമ്മുടെ ഹീറോ എടുത്ത് സംസാരിക്കാൻ വേണ്ടി ലേഡി ഇൻസ്പെക്ടർ പറഞ്ഞു വിടും. അതായത് ഇനിയും ഹീറോ ഈ കേസിൽ ഇൻവോൾവ് ആകണ്ട എന്നാണ് ലേഡി ഇൻസ്പെക്ടർ പറഞ്ഞു വിടുന്നത്. സോ ഇത് പറയാൻ വേണ്ടി ഭാസ്കരൻ ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു. കില്ലറും എങ്ങനെയൊക്കെയോ ചേസ് ചെയ്ത് വരുന്നു. എന്നാൽ ഹീറോയുടെ ഡോഗ് ഇത് സെൻസ് ചെയ്ത് കുരയ്ക്കുന്നു. ഹീറോയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. പിന്നെ ഹീറോയും ഈ വില്ലനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. സോ ആ അടിയുടെ ഇടയ്ക്ക് ഭാസ്കരന് ഒരു വലിയ അടി കിട്ടുന്നു തലയ്ക്ക്. സോ കില്ലർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എങ്ങനെയൊക്കെയോ. ഭാസ്കരൻ നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിലുമാക്കുന്നു. ലേഡി ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നു താൻ ആന്ധ്രയിലാണ് എന്ന്. ഇതാണ് നമ്മുടെ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത്. പിന്നീട് ഹീറോ ലേഡി ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് കില്ലറിനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. എന്നിട്ടൊരു ക്രൈം റെക്കോർഡറും കൊടുക്കുന്നുണ്ട്. അത് ലേഡി ഇൻസ്പെക്ടർ വായിക്കുന്നു. കൽക്കി എന്ന ഒരു ലേഡിയുടെ കഥയാണ് പിന്നീട് പറയുന്നത്. അവൾക്കൊരു മകളുണ്ട്. മകളുടെ പേര് ആദി. സോ അവർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആദിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൽക്കി ഒരു ഫ്ലാറ്റ് സമ്മാനിക്കും. എന്നാൽ ആദിക്ക് പെട്ടെന്ന് ആക്സിഡൻ്റ് ആകും. കൽക്കി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് മകളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയ സർജറി ഉണ്ടെന്ന് പറയും. എന്നാൽ ആദി സർജറിക്ക് ശേഷം മരിച്ചു പോകുന്നു. അങ്ങനെ മോർച്ചറിയിലേക്ക് മകളെ കാണാൻ പോകുമ്പോൾ ആദി ശ്വസിക്കുന്നതായിട്ട് കൽക്കിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മകളെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് അവൾ മരിച്ചു പോകുന്നു. ഈ കാര്യം ഡോക്ടറിനോട് പറയും. എന്നാൽ ഈ കാര്യം പുറത്തു വരാൻ പാടില്ല, എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. കൽക്കി ഈ കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ സമയത്തുള്ള ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ. എന്നാൽ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അയാൾ ഡോക്ടറിനോട് ചേർന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഒന്നും പുറത്തു വരാതിരിക്കാൻ മോർച്ചറി ഫുള്ളായിട്ട് കത്തിക്കാൻ പറയുന്നു. എന്നിട്ട് ഫയർ ആക്സിഡൻ്റ് ആയതുപോലെ ആക്കി തീർക്കാൻ പറയുന്നു. അപ്പോൾ ബോഡി എല്ലാം കരിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്താകില്ല എന്ന് രാജേന്ദ്രൻ ഉപദേശിക്കുന്നു. സോ ഇതിൽ മനംനൊന്ത് കൽക്കി സൂയിസൈഡ് ചെയ്യുന്നു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും ചാടിയിട്ട്.
എന്നാൽ കൽക്കി മരിച്ചതായിട്ട് ഒരു തെളിവുകളുമില്ല. സോ കൽക്കി തന്നെയാണ് ഇതിന് പുറകിൽ എന്നും നമ്മുടെ ഹീറോ സ്ഥാപിക്കുന്നു. ഹീറോ പറയും തൻ്റെ മകളുടെ മരണത്തിന് കാരണമായ എല്ലാവരെയും അവൾ കൊന്നു. സോ കൽക്കിയുടെ ഫോട്ടോ എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് രാജേന്ദ്രൻ്റെ ഫോൺ ഓൺ ആകുന്നത്. അത് വെച്ച് ഇവർ ട്രേസ് ചെയ്യുന്നു. അപ്പോൾ ഭാസ്കരൻ്റെ മുഖം മാറുന്നതായിട്ട് ഇവർ കാണുന്നു. സോ കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത കൽക്കിയെ 3 വർഷമായി നോക്കുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഭാസ്കരനാണ്. ഇയാൾ മനസ്സിലാക്കുന്നു അന്ന് ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയ സമയത്ത് കൈലാസും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് ബോഡി അബ്യൂസ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. സോ ആദിയുടെ ബോഡിയും അബ്യൂസ് ചെയ്തതായിട്ട് ഭാസ്കരൻ കണ്ടുപിടിക്കുന്നു. എന്നാൽ എല്ലാ തെളിവുകളും ഇവർക്ക് എതിരായതുകൊണ്ടും ഒന്നും ആരുകളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടും ഭാസ്കരൻ കൽക്കിയെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ കൽക്കി അവസാനം എന്താ ചെയ്തെന്ന് വെച്ചാൽ കൈലാസിൻ്റെ മേലെ എല്ലാ കുറ്റങ്ങളും കെട്ടിവെക്കുകയും കൈലാസിനെ കുടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പോലീസ് കൈലാസിൻ്റെ പുറകെ പോയത്. എന്നാൽ അതെല്ലാം കൽക്കിയുടെ പ്ലാൻ ആയിരുന്നു. രാജേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതും കൽക്കിയാണ്. രാജേന്ദ്രനെ കൊന്നു എന്നതുപോലെ ഒരു ബോഡിയും കിട്ടുന്നു. ഭാസ്കരനെ ട്രേസ് ചെയ്ത് ഹീറോ കൽക്കിയുടെ താവളം കണ്ടെത്തുന്നു. എന്നാൽ വില്ലനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതായത് കൈലാസിൻ്റെ കൂട്ടാളി. അവൻ വന്നിട്ട് കൽക്കിയെ കത്തിവെച്ച് കൊല്ലുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീറോ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു. ഹീറോയെ കൊല്ലാൻ നോക്കുമ്പോൾ ഹീറോ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ കൂട്ടാളിയുടെയും രാജേന്ദ്രൻ്റെയും ബോഡി ഹീറോ പല സ്ഥലങ്ങളിലായിട്ട് പണ്ട് കൽക്കി ചെയ്തതുപോലെ ഡംപ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ കുറ്റവും കൈലാസിൻ്റെ മേലെയും കൂട്ടാളിയുടെ മേലെയും കെട്ടിവെക്കുന്നു. എന്നിട്ട് അവസാനം പോലീസ് ഡെഡ് ബോഡിയുടെ ഫേസ് വരയ്ക്കാൻ പറയുമ്പോൾ ഹീറോ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി കൈലാസിൻ്റെ മുഖം മനഃപൂർവ്വം വരയ്ക്കുന്നു. അങ്ങനെ ഫുൾ കേസ് കൺഫ്യൂസ് ആയതുകൊണ്ട് കേസ് അവസാനം CBIക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ആദിയുടെ കല്ലറയിൽ പൂവ് വെക്കുന്ന ഹീറോയാണ് കാണുന്നത്. ഹീറോ ഈ ജോലി ഉപേക്ഷിക്കുന്നു. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഹീറോയുടെ വൈഫിൻ്റെ ആക്സിഡൻ്റ് ആണ്. അന്ന് ആക്സിഡൻറ്റ് നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സ്കൂൾ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കാറ് ടേൺ ആക്കുന്നു. എന്നാൽ ആ സ്കൂൾ കുട്ടിയെ ബാക്കിൽ വന്ന കാറ് ഇടിക്കുന്നു. ഈ ആക്സിഡൻറ്റിൽ നമ്മുടെ ഹീറോയുടെ വൈഫും ആ ആക്സിഡൻറ്റ് പെട്ട സ്കൂൾ കുട്ടി വേറെ ആരുമല്ല ആദിയുമാണ്. സോ അങ്ങനെ ഹീറോയുടെ വൈഫിനെയും ആദിയും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അത് കൽക്കി വർക്ക് ചെയ്യുന്ന സെയിം ഹോസ്പിറ്റലാണ്. രണ്ടുപേരും മരിച്ചു പോകുമ്പോൾ അവരുടെ ഡെഡ് ബോഡീസ് കൈലാസും അവൻ്റെ കൂട്ടാളിയും വർക്ക് ചെയ്യുന്ന മോർച്ചറിയിലാണ് കൊണ്ടുവരുന്നത്. അവർ ഈ ബോഡീസിനെ അബ്യൂസ് ചെയ്യുന്നു. സോ അവസാനം എല്ലാ കാര്യങ്ങളും ഈക്വലായി, അതായത് ഇപ്പോൾ തെറ്റ് ചെയ്തവർക്ക് അവരുടെ ശിക്ഷയും കിട്ടി. അങ്ങനെ നമ്മുടെ ഹീറോയുടെ വൈഫിനും ആദിക്കും നീതി കിട്ടി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ആകുന്നത്. മൂവി ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See ya.